ഹലോ ഗെയ്സ്, ബിലു ട്രാവൽ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ യാത്ര നിലമ്പൂരാണ് കേട്ടോ. നിലമ്പൂർ ഫറൂഖിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറും 56 മിനിറ്റും വരും, ഒരു 59 കിലോമീറ്ററും വരും. അപ്പോൾ നമ്മളെ റൂട്ട് എന്ന് പറയുന്നത് ഫറൂഖ്, കൊണ്ടോട്ടി, അരീക്കോട്, എടവണ്ണ, മാമ്പാട്, നിലമ്പൂർ. ഇതാണ് കേട്ടോ നമ്മളെ റൂട്ട് വരുന്നത്. എത്ര കണ്ടാലും മതിവരാത്ത കാടിനാൽ മൂടപ്പെട്ട കാഴ്ചകളുടെ ലോകമാണ് മലപ്പുറം ജില്ലയിലൂടെ നിലമ്പൂർ. നിലമ്പൂർ പ്രകൃതി കനിഞ്ഞു നൽകി അനുഗ്രഹിച്ച കാടിൻ്റെയും തേക്കിൻ്റെയും വിശേഷങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകൾ നമ്മുടെ നിലമ്പൂരുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് കനോലി പ്ലോട്ട്. ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത ലോക പൈതൃകയിൽ തന്നെ പട്ടികയിൽ ഇടം നേടിയ കനോലി പ്ലോട്ടും പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. നിലമ്പൂരിലെ മറ്റൊരു ആകർഷകമായ ഒന്നാണ് തേക്ക് മ്യൂസിയം. കനോലി പ്ലോട്ടിൻ്റെതും തേക്ക് മ്യൂസിയത്തിൻ്റെതും നിലമ്പൂരിലെ മറ്റു പ്രകൃതിപരമായ വേറൊരു വീഡിയോയിൽ നമ്മൾ അത് ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നിലമ്പൂരിൽ നിന്നും 13 കിലോമീറ്റർ മാറി നിന്നാൽ ഒരു അടിപൊളി വാട്ടർഫാൾസ് ഉണ്ട്. ആ വാട്ടർഫാൾസിൻ്റെ വിശേഷങ്ങൾക്കാണ് നമ്മളിന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് കേട്ടോ. ആ മഴച്ചാറിൽ കൊണ്ടിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണത്. അപ്പോൾ ഗൈസ്, നമ്മൾ ആ സ്പോട്ടിലെത്തി കേട്ടോ. ആദ്യംപാറ വാട്ടർഫാൾസ് എന്നാണ് കേട്ടോ ഈ സ്പോട്ടിൻ്റെ പേര്. അപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുണ്ട്. അപ്പോൾ അവിടെയുള്ള തൊട്ടടുത്ത കടയിൽ തന്നെ ഈ കുട റെൻറ്റിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുട, തൊപ്പി, ഇതുപോലത്തെ ഒക്കെ റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു 2 ക്യാപ്പ് വാങ്ങിച്ചു, തൊപ്പി വാങ്ങിച്ചു. ഒന്ന് മഴ തലയിൽ മോൻ്റെത് തട്ടാതിരിക്കാനും വേണ്ടിയിട്ട് ഒരു ക്യാപ്പ് വാങ്ങിച്ചു. പിന്നെ വൈഫിന് വേണ്ടിയിട്ട് ഒരു ക്യാപ്പ് വാങ്ങിച്ചു. അപ്പോൾ ഈ വാട്ടർഫാൾസിൻ്റെ എൻട്രി ഫീസ് വരുന്നത് 40 രൂപ കേട്ടോ. ഒരാൾക്ക് 40 രൂപ. അപ്പോൾ ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അകത്തോട് കൂടി താഴത്തോട്ടം കേട്ടോ ഈ വാട്ടർഫാൾസിലേക്ക് എൻട്രി വരുന്നത്. ഒരു അടിപൊളി നല്ലൊരു വൈബുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ ആദ്യംപാറ വാട്ടർഫാൾസ്. പിന്നെ അവിടെ വരുമ്പം തന്നെ ഒരു മുന്നറിയിപ്പ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിലിറങ്ങാൻ പറ്റില്ല, പിന്നെ പാറക്കെട്ടുകൾക്ക് വഴുക്കലുള്ളതാണ്, അടിയൊഴുക്കുണ്ട്, പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്, പിന്നെ പുകവലി പാടില്ല, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ മഴക്കാലമായതുകൊണ്ട് മലവെള്ളപ്പാച്ചിൽ ഏത് സമയവും ഉണ്ടാവാം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴ് ആരും വെള്ളത്തിൽ ഇറങ്ങാറില്ല.
ശാന്തമായ സൗന്ദര്യം കൊണ്ടും ശാന്തമായ അന്തരീക്ഷം കൊണ്ടും സന്ദർശകരെ ആകർഷിക്കാനുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ ഈ വാട്ടർഫാൾസിന്. ഈ വാട്ടർഫാൾസിനെ മുഴുവനായിട്ട് കാണണമെങ്കിൽ മുകളിലെ തട്ടിൽ പോകണം കേട്ടോ. അടിപൊളി വൈബാണ് കേട്ടോ. മുകളിൽ നിന്ന് ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ചുറ്റിലും പച്ച നിറഞ്ഞുകൊണ്ട് അടിപൊളി വൈബാണ്. പിന്നെ പോരാത്തതിന് ചെറിയ രീതിയിലുള്ള മഴച്ചാറ്റലുണ്ട് കേട്ടോ. ഈ വെള്ളച്ചാട്ടം 2 ഏരിയകളായി തരംതിരിച്ചിട്ടുണ്ട് കേട്ടോ. താഴത്തെ തട്ടും മുകളിലെ തട്ടിലാണ് കേട്ടോ ഈ ആദ്യംപാറ വാട്ടർഫാൾസിൻ്റെ മുഴുവനായിട്ടുള്ള ആ വൈബ് കാണണമെങ്കിൽ നമ്മൾ മുകളിലോട്ട് കയറിപ്പോണം കേട്ടോ. മുകളിലോട്ട് കയറിപ്പോണം. മുകളിലേക്ക് കയറിപ്പോണ വഴി കുറച്ച് മോശമാണ് കേട്ടോ. പാറക്കെട്ടുകളൊക്കെ അടുക്കി വെച്ചതിൻ്റെ മുകളിലോട്ട് വേണം കേട്ടോ നടക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം നടക്കാനും വേണ്ടിയിട്ട്. പിന്നെ അവിടെ ഇവിടങ്ങളിലായിട്ട് ഫാമിലികൾക്ക് ഇരിക്കാനൊക്കെ അവർ സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. നടപ്പാതയിൽ അതന്നെ കോൺക്രീറ്റ് നടപ്പാതയിലെ 2 സൈഡായിട്ട് അവർ ചെടികൾ വെച്ച് പിടിപ്പിച്ചത് കണ്ട് നടക്കാൻ തന്നെ നമുക്ക് മനസ്സിന് നല്ലൊരു കുളിർമ കിട്ടണ ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഗെയ്സ്, ആദ്യംപാറ വാട്ടർഫാൾസിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത നമ്മുടെ വീഡിയോ നിലമ്പൂരിലെ തേക്കി മ്യൂസിയം കനാലി പ്ലോട്ടിനെ കുറിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ അടുത്ത വീഡിയോ വരുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.